സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഡെത്ത് പെനാൽറ്റി അക്കോർഡിംഗ് ടു മീ is a wrong message to the public. ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ്. ഞാനാണ് വാദിച്ചിരുന്നതെങ്കിൽ ഞാൻ അതിനേക്കാൾ എക്സ്റ്റൻറ്റുകൾ പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല. തീർച്ചയായിട്ടും വികാരാധീനമായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ വരാൻ പാടില്ല എന്നുള്ള അഭിഭാഷകനാണ് ഞാൻ. സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, എന്റെ കുടുംബം ഇത് സംഭവിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് ആളൂർ ഈ ഭാഗത്തേക്ക് കടന്നു പോകരുത് എന്ന് പറയുകയും പ്രതി എന്നെ സമീപിക്കുകയും ചെയ്താൽ ഞാൻ പ്രതിക്ക് വേണ്ടി ഹാജരാകും. സാർ അപ്പോഴും അഭിഭാഷകൻ എന്ന രീതിയിൽ സാറ് ജയിച്ചു, പക്ഷെ ഒരു അച്ഛൻ എന്ന രീതിയിൽ സാർ തോറ്റുപോവില്ലേ? നിങ്ങളുടെ മനസാക്ഷി കോടതി അവിടെയാണ് പരാജയപ്പെടുന്നത്. അവനിൽ അടുപ്പം കാണിച്ച് അവന്റെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ബന്ധത്തിലും ഏർപ്പെട്ടതിന് ശേഷവും എന്തിന് നിങ്ങൾ വഴങ്ങിക്കൊടുത്തു? അപ്പോൾ ബോത്ത് ആർ ഈക്വലി ലയബിൾ അക്കോർഡിംഗ് ടു മീ. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. പ്രതിയുടെ കയ്യിൽ നിന്ന് ഫീസും വാങ്ങിച്ച് പ്രതിയുടെ കേസും നടത്താതെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുന്ന ഒരു അഭിഭാഷകനല്ല സാർ. അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം താഴ്ന്ന കേസും ഏറ്റെടുക്കാൻ സാർ റെഡിയാവും. പൈസയിലും അപ്പുറം മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യം, മനസാക്ഷി വെച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകാനോ മനസാക്ഷി വെച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനസാക്ഷി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ ജഡ്ജിമാരെ വിധി പറയുന്നത്. നിയമം എന്ന് പറയുന്നത് ബോച്ചയെ പോലെ കുറ്റം ചെയ്യുന്ന സാധാരണ ആളുകൾക്കും ഒരുപോലെയാണ്. ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അവരുടെ അവസ്ഥയെ ഒന്നും നോക്കിക്കാണാതെയാണ്. എന്നാൽ കാര്യം ചെയ്യാം, ഞാനൊരു 10-500 പേരെ വെച്ച് സ്ത്രീകൾക്ക് എവിടെയൊക്കെ അനീതി വരുന്നുണ്ടോ അവിടെ പോയി കാത്തു നിൽക്കാം. എതിർഭാഗത്തിന്റെ നീതിയോ അനീതിയോ ഇരയുടെ മനസാക്ഷിയോ ഇരയുടെ സാഹചര്യങ്ങളോ പ്രതിഭാഗം അഭിഭാഷകൻ നോക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ കക്ഷിയോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. ആരെങ്കിലും ഇനി കുറ്റം ചെയ്താൽ അവർ വക്കീലിനെ ഒന്നും വെക്കാതെ എനിക്ക് തൂക്കുകയർ തരൂ, എനിക്ക് 5 കിലോ തൂക്കുകയർ തരൂ എന്ന് പറയണമെന്നാണോ? അല്ല, പിന്നെ എന്താ അല്ല എന്ന് പറയുന്നത്? നിങ്ങൾ ആ മോളിലിരിക്കുന്ന ദൈവം തമ്പുരാനെ ബോധ്യപ്പെടണം കുറ്റവാളിയാണെന്ന്, അപ്പോഴേ പ്രതിയാകുന്നുള്ളൂ. ദൈവം തമ്പുരാൻ താഴെ ഇറങ്ങി വന്ന് പറയത്തൊന്നുമില്ലല്ലോ. ഏറ്റവും പ്രമാദമായ കേസാണ് വന്ദനാദാസ് കൊലക്കേസ്. പ്രതിയാണ് കുത്തിയത്, യെസ് സാർ പ്രതിയാണ് കുത്തിയത്. സന്ദീപാണ് കുത്തിയത്, യെസ് സാർ സന്ദീപാണ് കുത്തിയത് എന്ന് പറഞ്ഞ് സന്ദീപിന് ഞാൻ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണോ? ആ മനസാക്ഷി അഡ്വക്കേറ്റ് ബി ഉണ്ടാകില്ല. ഗ്രീഷ്മയ്ക്ക് വേണ്ടി അവസാന നിമിഷം സാറ് വരും എന്നാണ്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. മഴവിൽ കേരളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. കേരളം മുഴുവൻ വിധി എഴുതിയാലും അതിനെ മാറ്റി എഴുതാൻ കെൽപ്പുള്ള ഒരാൾ, ദി ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് ആളൂരാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇപ്പോൾ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയ്ക്ക് വിധി വന്നിട്ടുണ്ടല്ലോ, അപ്പം അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ ഷാരോൺ വധക്കേസ് 2 വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഷാരോണിൻ്റെ വീട്ടുകാരുമായി പല ആളുകളും എന്നെ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അവർക്ക് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ചുകൊണ്ട് അവർ കേസ് നടത്താൻ. സാറ് സ്വമേധയ എടുക്കാതിരുന്നതാണോ അത്? അല്ല, അങ്ങനെയല്ല. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിനുശേഷം ഈ പറയുന്ന രേഷ്മയുടെ അമ്മാവനുമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഹീസ് ബേസിക്കലി ഫ്രം തമിഴ്നാടു. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഈ അമ്മാവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഗ്രീഷ്മയുടെ കേസ് നടത്താനായിട്ട്, അപ്പോൾ ഗ്രീഷ്മയുടെ കേസ് നടത്തുന്നതിന് ഉള്ള കാര്യങ്ങളുമായി സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ച് അവർ ആ കേസ് ഏൽപ്പിക്കണമെന്ന് പറയുകയും ഈ പറയുന്ന എൻ്റെ ഫ്രണ്ട് ലോയറോട് അദ്ദേഹം എന്നോട് കേസ് നടത്താൻ സാധിക്കുമെന്ന് ചോദിച്ചു. ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോയി ഗ്രീഷ്മയ്ക്ക് ജാമ്യം കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഇവർ പറഞ്ഞു നമുക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ അത് വേറെ ഒരു ആൾ വഴിക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൊടുത്തു. വേറെ സ്റ്റേറ്റിലേക്ക്, തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന്. അതും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേസ് തീർച്ചയായിട്ടും നടത്താനായിട്ട് നമ്മളെ ഏൽപ്പിക്കാനായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടും പിന്നെ ഒരു പക്ഷേ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ ഫീസ്
കൂടുതലാണ് എന്നുള്ള കാരണങ്ങൾ കൊണ്ടുമായിരിക്കാം ആ കേസ് എൻ്റെ അടുത്തേക്ക് വന്നില്ല. അങ്ങനെ കേസ് വേറെ അഭിഭാഷകർ മുഖാന്തരം ഏറ്റെടുത്ത് നടക്കുകയും നല്ല രീതിയിൽ ആ കേസ് കൊണ്ടുപോയി ഗ്രീഷ്മയ്ക്ക് അവസാനം ജാമ്യം കിട്ടുകയും ചെയ്തു. അങ്ങനെ ജാമ്യം കിട്ടിയതിന് ശേഷം കേസ് മുന്നോട്ട് പോകുന്നു. കേസ് മുന്നോട്ട് പോയിട്ട് പ്രധാനപ്പെട്ട ഈ കേസിനെ സംബന്ധിച്ചുള്ള സാഹചര്യ തെളിവുകളാണ്. ആ സാഹചര്യ തെളിവുകൾ എങ്ങനെ ഈ പ്രോസിക്യൂഷൻ കൂട്ടിയിണക്കി, അങ്ങനെ കൂട്ടിയിണക്കുമ്പോൾ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്തു, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോടതികൾ പരിശോധിക്കുന്നത്. അങ്ങനെ ഈ കേസിൽ ഉള്ള സാഹചര്യ തെളിവുകൾ പ്രോസിക്യൂഷന് കൂട്ടിയിണക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഗ്രീഷ്മ കുറ്റവാളിയാണ് എന്ന് കാണുകയും ഈ പറയുന്ന അമ്മാവനും തെളിവ് നശിപ്പിക്കുന്ന ഒരു കുറ്റവാളിയാണ് എന്ന് കാണുകയും അമ്മ ഈ പറയുന്ന തെളിവ് നശിക്കുന്ന കുറ്റവാളിയല്ല എന്ന് കാണുകയും ചെയ്തത്. അപ്പോൾ അത് ഡിഫൻസ് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് കോടതിയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ എന്തായാലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ സാർ എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യും? ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറ്റവാളിയാണ് എന്ന് കണ്ടതിന് ശേഷം സാധാരണഗതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഒരു വിധിന്യായമുണ്ട്. ആ വിധിന്യായത്തിൽ പറയുന്നത് ഒരാൾ കുറ്റവാളിയാണ് എന്ന് കണ്ടതിന് ശേഷം അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ച് ഒരു വാദം നടക്കും. ആ ശിക്ഷയുടെ വാദം പ്രോസിക്യൂഷൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടാനായിട്ട് വാദിക്കും. ഡിഫൻസ് അത് കുറഞ്ഞ ശിക്ഷ കിട്ടാനായിട്ട് വാദിക്കും. അങ്ങനെ വാദിക്കുമ്പോൾ 1986 ജസ്റ്റിസ് കൃഷ്ണ അയ്യർ നമുക്ക് മുന്നിൽ വെച്ച ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് പ്രോസിക്യൂഷൻ കോടതിയിലെ വാട്ട് ആർ ദ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ടു പണിഷ് എൻ അക്യൂസ്. അത് തന്നെയാണ് അതേ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് ദ ഡിഫൻസ് ഹാസ് ടു പ്രൊഡ്യൂസ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ്. ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടണമെന്ന്. അതിൽ പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പശ്ചാത്തലം, ഈ പറയുന്ന ലേഡിയുടെ പശ്ചാത്തലം, അവർക്കെതിരെയുള്ള പഴയ കേസുകൾ, അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു ലേഡിക്ക് പരിവർത്തനത്തിന് സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ കേസിലെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് നോക്കുക. ഒരു പക്ഷേ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് കൂടുതൽ ഊന്നി നിൽക്കുമ്പോൾ മാക്സിമം ശിക്ഷ കൊടുക്കും. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് കൂടുതൽ ഊന്നി നിൽക്കുമ്പോൾ ശിക്ഷ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടുള്ള ജീവപര്യന്തം. നിലവിൽ ഗ്രീഷ്മ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ പ്രായം കുറവാണ് എന്ന രീതിക്ക് വധശിക്ഷ മാറാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾക്കറിയാം, ആലുവയിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയും ആ പറയുന്ന വ്യക്തിക്ക് ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ ലഭിച്ചു. ഈ വധശിക്ഷ കൊടുക്കുന്നതിന് മുൻപ് അന്നത്തെ ജഡ്ജിയായിരുന്ന എറണാകുളം ജഡ്ജി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. വാട്ട് ആർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അക്യൂസ്. ഈ ഗിരീഷ്മയുടെ കേസിലെ ഈ ബഹുമാന്യനായ ജഡ്ജി അത് ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഹൈക്കോടതി ഈ മാറ്റർ വീണ്ടും കീഴ്ക്കോടതിയിലെ ഈ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് തന്നെ വിധി വന്നേനെ, അന്ന് തന്നെ വിധി വരുമായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് ആവശ്യപ്പെടണമായിരുന്നു. കാരണം ജിഷ മർഡർ കേസിലും ഈ വിധി വരുന്നതിനേക്കാൾ മുമ്പ് ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രതിയുടെ സാഹചര്യങ്ങൾ അന്വേഷിച്ച് അതിൽ യാതൊരു സാഹചര്യവും പ്രതിക്ക് ശിക്ഷ ഇളവ് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡെത്ത് പെനാൽറ്റി കൺഫേം ചെയ്തത്. ഈ ജഡ്ജി സോമൻ എന്ന് പറയുന്ന എറണാകുളത്തെ ജഡ്ജ് ഈ ആലുവ കൊലക്കേസിലെ ഈ പറയുന്ന അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിൽ ഇവന് യാതൊരു മാനസാന്തരവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഡെത്ത് പെനാൽറ്റി കൊടുത്തത്. പക്ഷേ ഗ്രീഷ്മയുടെ കേസിൽ അത് ഉണ്ടായിട്ടില്ല. അത് ഒരു തെറ്റായ നടപടിയാണ്. 1. 2, സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഡെത്ത് പെനാൽറ്റി അക്കോർഡിംഗ് ടു മീ ഈസ് എ റോങ് മെസ്സേജ് ടു ദ പബ്ലിക്. ഇനി അതിന് ഞാൻ പറയാം, കൽക്കട്ടയിലെ ഇന്നലെ തന്നെ ഒരു വിധി വന്നു. ആ വിധി വന്നത് ഇത്രയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു കുട്ടിയെ
അതും അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന കുട്ടിയെ കൊല വിളിച്ച കേസിലാണ് വെറും ജീവപര്യന്തം ടിൽറ്റെടുത്ത് കൊടുത്തത്. നോക്കൂ, ഇതൊക്കെ റയർ ആൻഡ് റയറസ്റ്റ് കണക്കാക്കുന്നതിൽ ഇന്ന് പല കോടതികൾക്കും, ഇന്ത്യയിലെ പല കോടതികൾക്കും അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് റയറസ്റ്റ് റയർ കേസിൽ പെടുമോ എന്ന് ഉൾപ്പെടുത്തുന്നതിലെ മാനദണ്ഡങ്ങൾ നോക്കാതെയാണ് ഉൾപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ പറയുന്നു, ഈ കേസിലും ഗ്രീഷ്മ അനുഭവിച്ച അതേ അനുഭവമാണ് മരിച്ച ആൾ അനുഭവിച്ചത് എന്ന്. അതുപോലെ തന്നെ മരിച്ച ആൾ അനുഭവിച്ചതിന് ദുഃഖത്തിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരാൻ സാധിക്കില്ല. നോക്കൂ, എ ജഡ്ജ് മസ്റ്റ് ബി എ പേഴ്സൺ ഓൺ ലീഗൽ റെക്കോർഡ്സ്. ജഡ്ജ് മസ്റ്റ് ബി എ പേഴ്സൺ ഓൺ എവിഡൻസ് ഓൺ റെക്കോർഡ്. വികാരങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിലെ ഒരു വിധി പ്രഖ്യാപനം നടത്തുകയും ആ വികാരങ്ങൾ പ്രോസിക്യൂഷൻ എടുത്തു കാണിക്കുകയും ആ വികാരങ്ങൾ ഘടകവിരുദ്ധമായിട്ട് ഡിഫൻസ് വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വികാരാധീനമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ വരാൻ പാടില്ല എന്നുള്ള അഭിഭാഷകനാണ് ഞാൻ. ഇപ്പം സാറ് പറഞ്ഞു വരുന്നത്, ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ്. ഞാനാണ് വാദിച്ചിരുന്നതെങ്കിൽ ഞാൻ അതിനേക്കാൾ എക്സ്റ്റൻറ്റുകൾ പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല. കാരണം അതിൽ പല സാഹചര്യങ്ങളുണ്ട്. അപ്പോഴും സാർ വാദിച്ച പല കേസുകളും തോറ്റുപോയിട്ടുള്ളതാണ് പതിവ്. ജിഷ കേസാണെങ്കിലും ഇതാണെങ്കിലും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ നമ്മുടെ വാദം അവിടെ പരിഗണിക്കും. ഒരുപക്ഷെ കീഴ്ക്കോടതികൾ പരിഗണിച്ചില്ലെങ്കിലും അപ്പലേറ്റ് കോടതികൾ പരിഗണിച്ചില്ലെങ്കിലും അവസാന കോടതി പരിഗണിക്കും. കാരണം അതിനാണ് ഒരു ട്രയൽ ജഡ്ജിന് മുന്നിൽ ഒരു ട്രയൽ അഡ്വക്കേറ്റ് നല്ല രീതിയിൽ കേസ് നടത്തുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൈൻ ഡിക്ലറേഷനുണ്ട്. ആ ഡൈൻ ഡിക്ലറേഷനിൽ ഈ ഗ്രീഷ്മ ഇന്നയാളെയാണ്, അല്ലെങ്കിൽ ആ ഡൈൻ ഡിക്ലറേഷൻ ഗ്രീഷ്മയാണ് തന്നെ കൊന്നത്, തന്നെ തട്ടിക്കൊണ്ടുപോയത്, തനിക്ക് വിഷം തന്നത് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദാറ്റ് ഈസ് എ വീക്ക് പീസ് ഓഫ് എവിഡൻസ് അക്കോർഡിംഗ് ടു മീ. ആൻഡ് സെക്കൻഡ് തിങ്, നോ എവിഡൻസ് അവൈലബിൾ. ഒരു പ്രതി ഞാൻ പറയുകയാണ് ഞാൻ ഇന്നയാളൊക്കെ കൊന്നു എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്നാണ് പറയുക. ആ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ പ്രൂവ് ചെയ്യണം. ഒരു മജിസ്ട്രേറ്റിനോട് മുന്നിൽ പറയുന്ന ജുഡീഷ്യൽ കൺഫെഷനും തേർഡ് പാർട്ടിയോട് പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനും അത് വളരെ വളരെ വെരി 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 വീക്ക് പീസ് ഓഫ് എവിഡൻസ്. ആ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സർക്കംസ്റ്റാൻസസിനെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സാഹചര്യങ്ങളെല്ലാം ഗ്രീഷ്മയ്ക്കെതിരായിരുന്നല്ലോ. അതാ ഞാൻ പറയുന്നത്, ആ മറ്റുള്ള സാഹചര്യങ്ങളെ മോഡുലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൺഫെഷൻ ഓഫ് ഡിസീസ്, ദാറ്റ് ഇസ് ഡൈൻ ഡിക്ലറേഷൻ, ആൻഡ് കൺഫെഷൻ ടു എക്സ്ട്രാ ജുഡീഷ്യൽ ടു സം അതർ പേഴ്സൺ ഗ്രീഷ്മ, ഈ രണ്ട് എവിഡൻസിനെ മോഡുലേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള സർക്കംസ്റ്റാൻസസിനെ വെച്ചുകൊണ്ട് ഈ സർക്കംസ്റ്റാൻസിനെ കൂട്ടിയെടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ ചില കാര്യങ്ങൾ കോടതിയിൽ കൊണ്ടുവന്നു, കോടതി അത് ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്താൽ തന്നെ, കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ തന്നെ അതൊന്നും റയർ ആൻഡ് റയറസ്റ്റ് കേസിൻ്റെ പരിഗണനയിൽ വരില്ല. അതുകൊണ്ട് ഇപ്പോൾ കൊടുത്ത ശിക്ഷ വളരെ കൂടിപ്പോയി ആസ് എ ക്രിമിനൽ ലോയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുണ്ട്. പക്ഷെ അപ്പോഴും കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുന്നത് ഗ്രീഷ്മ എന്ന കുട്ടിയുടെ വധശിക്ഷ തന്നെയാണ്. ഒരു പയ്യനെ പ്രണയിച്ച് അവനിൽ അടുപ്പം കാണിച്ച് അവൻ്റെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ബന്ധത്തിലും ഏർപ്പെട്ടതിന് ശേഷവും ഒരു മരണത്തിലേക്ക് മാത്രമാണ് തള്ളിവിടുന്നത്. അല്ലപ്പോ ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ്, അപ്പുറത്താണ്. തീർച്ചയാണ്. സ്വന്തം കുടുംബത്തിലും എത്തിയാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ലേ? അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആസ് എ പ്രോസിക്യൂഷൻ തീർച്ചയാണ്. എന്തിന് നിങ്ങൾ വഴങ്ങിക്കൊടുത്തു? ഷാരോൺ എന്തിന് അവളുടെ ഈ പറയുന്ന പ്രണയത്തിൽ, അവളുടെ ഈ പറയുന്ന പ്രണയം അന്ധമാണെന്നല്ല, അന്ധമാണെങ്കിൽ എന്തിനു വഴങ്ങിക്കൊടുത്തു? അപ്പോൾ ബോത്ത് ആർ ഈക്വലി ലയബിൾ അക്കോർഡിംഗ് ടു മീ. രണ്ടുപേരും തെറ്റുകാരാണ്. ഒരാൾ ഒരു തെറ്റ് കൂടുതൽ ആവർത്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പറവൂർ സ്ഥലത്ത് ഒരാൾ 3 പേരെ കൊലപാതകം നടത്തി, ജോളിയമ്മ 6 പേരെ കൊന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പല കേസുകളിലും ഇവിടെ നരബലി കേസ് നടക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഞാൻ ഡിഫൻസ് ലോയർ ആയതുകൊണ്ട് ഞാൻ അന്വേഷിക്കുന്നത്
വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ടു കമ്മിറ്റ് എൻ ഒഫൻസ്, ഇറ്റ് ഈസ് ജസ്റ്റിഫയബിൾ ഓർ നോട്ട്. അങ്ങനെ ആണ് എങ്കിൽ നമ്മൾ ആ ക്രൈം ആക്സെപ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് മാക്സിമം ശിക്ഷ കിട്ടിയെന്ന് വരാം. പക്ഷേ ഒരു ഡിഫൻസ് ലോയർ അല്ലെങ്കിൽ ഒരു കുറ്റവാളി ഒരിക്കലും താൻ ചെയ്ത കുറ്റം സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമ്മതിക്കാത്തതിനുള്ള സാഹചര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുകയാണ് അഡ്വക്കേറ്റ് ബി ആളൂരിനെ പോലുള്ള ഡിഫൻസ് ലോയേഴ്സ്. സാർ, ആരും കുറ്റക്കാരായി ജനിക്കുന്നില്ല, സാഹചര്യങ്ങളാണ് അവരെ കുറ്റക്കാരാക്കുന്നത്. അപ്പോഴും ഈ കുറ്റം ചെയ്തവരെ രക്ഷിക്കാനുള്ള സാറിന്റെ ഈ ശ്രമം, അല്ലെങ്കിൽ കുറ്റം ചെയ്തവർ ലോകത്ത് സന്തോഷമായിട്ട് ജീവിച്ചു പോകുമ്പോൾ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. നീതിക്ക് പോരാടുന്നതിന് വേണ്ടി എൻ്റെ അടുത്ത് ഡിഫൻസ് ലോയറായിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷനും എന്നെ സമീപിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കൽക്കത്ത ജഡ്ജിനെ സല്യൂട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, അങ്ങനെ എടുക്കുന്നതല്ല റയറസ്റ്റ് കേസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും സാറിന്റെ കേസുകളെല്ലാം എടുത്തു നോക്കിയാലും പ്രതികൾക്ക് വേണ്ടി വാദിച്ച വക്കീൽ എന്നൊരു ടാഗ് ലൈന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഞാൻ മഹാരാഷ്ട്ര ഗവൺമെന്റിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. ഞാൻ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. SC/ST കേസിലെ ഇപ്പോഴും 2 കേസുകൾ നടക്കുന്നുണ്ട്. ഒന്ന് SC/ST കേസും ഒന്ന് ഏറ്റവും പ്രമാദപരമായിട്ടുള്ള എൻ്റെ തന്നെ ബാർ അസോസിയേഷനിലെ പ്രസിഡന്റ് ചെയ്ത കൊലയാണ്. അപ്പോൾ കേസ് എന്നെ ഏൽപ്പിക്കുക എന്നുള്ളതും കേസ് നന്നായി നടത്തുക എന്നുള്ളതും ഒരു അഭിഭാഷകന്റെ ചുമതലയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ടാഗ് ലൈൻ, ഞാനൊരു ഡിഫൻസ് ലോയർ ആയതുകൊണ്ട് എനിക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേസ് വരില്ല. എനിക്ക് ഡിഫൻസ് ലോയേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്ന കുറ്റം ചെയ്ത പൂർണ്ണമായും വിശ്വസിക്കുന്ന പ്രതികളെ വരുന്നുള്ളൂ. അവരെ നിയമപരമായിട്ട് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ചുമതലയാണ്. അതിനാണ് ഞാൻ ഫീസും വാങ്ങിക്കുന്നത്. അതല്ലാതെ പ്രതിയുടെ കയ്യിൽ നിന്ന് ഫീസും വാങ്ങിച്ച് പ്രതിയുടെ കേസും നടത്താതെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുന്ന ഒരു അഭിഭാഷകനല്ല. സാർ, അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം താഴ്ന്ന കേസും ഏറ്റെടുക്കാൻ സാർ റെഡി ആവുമോ? നോക്കൂ, ഞാനിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ആഭ്യന്തരമന്ത്രിയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, അത് തരം താഴ്ന്നതാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അവരെ തരം താഴ്ത്താനായിട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ അതുകൊണ്ട് അത് തരം താഴ്ന്ന കേസാണ് എന്നും വേറെ ഒരു പാവപ്പെട്ട ഒരാൾ കുറ്റം ചെയ്തത് അതിതരം താഴ്ന്നതാണ് സാറിന് ഓൾറെഡി പറഞ്ഞു അവര് ഫീസ് തന്നിട്ടാണ് ഞാൻ കേസ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു അഭിഭാഷകന്റെ മുന്നിലേക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം, പൈസയിലും അപ്പുറം മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യം, മനസാക്ഷി വെച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകാനോ മനസാക്ഷി വെച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനസാക്ഷി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ ജഡ്ജിമാര് വിധി പറയുന്നത്. അത് ആ മനസാക്ഷി പ്രോസിക്യൂഷൻ്റെ കൂടെയാണെങ്കിൽ പ്രോസിക്യൂഷനോടൊപ്പവും, ഡിഫൻസിന് കൂടെയാണെങ്കിൽ ഡിഫൻസിനോടൊപ്പം പോകും. അപ്പോൾ മനസാക്ഷി വെച്ചിട്ടല്ല വിധി പറയേണ്ടത്, മനസാക്ഷി വെച്ചിട്ടല്ല കേസ് നടത്തേണ്ടത്, മനസാക്ഷി വെച്ചിട്ടല്ല ഫീസ് വാങ്ങിക്കേണ്ടത്. ഒരു കേസിൽ നിയമപരമായി നോക്കൂ, നിയമം എന്ന് പറയുന്നത് ബോച്ചയ്ക്കും ഒരുപോലെയാണ്. നിയമം എന്ന് പറയുന്നത് ബോച്ചയെ പോലെ കുറ്റം ചെയ്യുന്ന സാധാരണ ആളുകൾക്കും ഒരുപോലെയാണ്. പക്ഷേ സാധാരണ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല, ബോച്ചയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. അപ്പോൾ നീതി ആർക്കാണ് കിട്ടുന്നത്? അത് സാർ പുറത്തൊന്നും വരാതെ സെലിബ്രിറ്റി ആയതുകൊണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സെലിബ്രിറ്റിയെ കൊല വിളിക്കാൻ വേണ്ടി നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. അതേ കുറ്റം ചെയ്ത ഇന്നലത്തെ എൻ്റെ കേസിൽ ഞാൻ കൊടുത്ത കംപ്ലൈൻറ്റിൽ പ്രതിയെ കോടതി ജാമ്യത്തിൽ വിടുന്നു. സെയിം ഒഫൻസ് ആസ് ബോച്ചെ 354 അനുസരിച്ചിട്ടും 300 എന്താണ് സെക്ഷൻ 63 IT ആക്ട് അനുസരിച്ചുമുള്ള 2 ഒഫൻസ് കോടതിയിൽ കൊണ്ടുവന്നു. കോടതി പറഞ്ഞു 3 വർഷം ശിക്ഷയുള്ള ജാമ്യം അനുവദിക്കുകയാണെന്ന്. ഈ സെയിം ഈസ് അവൈലബിൾ ടു ബോച്ചെ നിയമപരമായിട്ട്. അപ്പോൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ജയിലിൽ ഇട്ടേ പറ്റൂ. ആ കേസുകളൊക്കെ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ പറയുന്നു, ഒരു വലിയ ജഡ്ജിമെൻ്റ് ഉണ്ട് സുപ്രീം കോടതിയുടെ. ആ ജഡ്ജിമെൻ്റ് പ്രകാരം ഈ പറയുന്ന പോലീസിനെതിരെയും ഈ പറയുന്ന ജഡ്ജിനെതിരെയും നടപടിയെടുക്കാൻ സാധിക്കും. ഞാനൊരു കേസിൽ അത് എടുക്കാൻ പോവുകയാണ്. എൻ്റെ പ്രതി ഇപ്പോഴും ജയിലിലാണ്. ബിക്കോസ് ഓഫ് 3 വർഷമുള്ള പണിഷ്മെൻറ്റിൽ മജിസ്ട്രേറ്റ് ജാമ്യം തന്നില്ല, സെഷൻ കോടതി ജാമ്യം തന്നില്ല, എനിക്ക് ഹൈക്കോടതി വരെ വരേണ്ടി വന്നു. അങ്ങനെ ചെയ്യുമ്പോൾ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട വിധിയിൽ പറയുന്ന കാര്യങ്ങൾ ഇവർ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെയും നിയമപരമായ ഡിപ്പാർട്ട്മെൻ്റൽ ആക്ഷൻ ക്യാൻ ബി ടേക്കൺ
to investigating officer and the judge. അപ്പോഴും സാറ് പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ ജീവൻ ഒരു വിലയും ഇല്ല എന്നല്ലേ? ഇപ്പൊ ജിഷ വധക്കേസായാലും ആ പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, സൗമ്യ എന്ന് പറയുന്ന കേസായാലും അതിന് നിങ്ങളുടെ സർക്കാർ ഉണരണം, നല്ല വക്കീലന്മാരെ വെച്ച് കേസ് നടത്തണം, പ്രതികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിൽ ആളൂരിനെ പ്രതിക്ക് വേണ്ടി വാദിച്ച വക്കീൽ ആളൂർ തന്നെയാണ്. അപ്പൊ പ്രതിക്ക് വേണ്ടി ആളൂരിനെ ഏൽപ്പിക്കുമായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്വന്തം കേസിൽ ഇരട്ട കൊലപാതകമായ പെരിയ അത് CBIക്ക് പോകാതിരിക്കാൻ സർക്കാർ 1.5 കോടി രൂപ ചെലവാക്കി. 1 കോടി രൂപയ്ക്ക് ഒരു അഭിഭാഷകനെ കൊണ്ടുവന്നു. എന്തുകൊണ്ട് ചെയ്യുന്നു? അങ്ങനെയുള്ള സർക്കാർ ഈ പറയുന്ന ഇരയ്ക്ക് നീതി ലഭിക്കാൻ ഇരയ്ക്ക് വേണ്ടി നല്ല അഭിഭാഷകനെ വെച്ച് കേസ് നടത്തണം. അത് ചെയ്യാത്തിടത്തോളം കാലം ഡിഫൻസ് ലോയറെ പോലുള്ള അഡ്വക്കേറ്റ് ആളൂരിനെയോ മറ്റുള്ള ഡിഫൻസ് ലോയറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും സാറ് നമ്മളുടെ കേരളത്തിന്റെ കണ്ണീര് അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയോ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അവരുടെ അവസ്ഥയോ ഒന്നും നോക്കിക്കാണാതെയാണ്. എന്നാൽ കാര്യം ചെയ്യാം, ഞാനൊരു 10-500 പേരെ വെച്ച് സ്ത്രീകൾക്ക് എവിടെയൊക്കെ അനീതി വരുന്നുണ്ടോ അവിടെ പോയി കാത്തു നിൽക്കാം. ഒരിക്കലും നമുക്ക് എല്ലാരെയും സുരക്ഷിതരാക്കാൻ അതുകൊണ്ട് സാധിക്കില്ലല്ലോ. പറയുന്നത് അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവർ അതിന് മുന്നോട്ട് വരണം. അതിലിവിടെ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞത് കൊണ്ടോ ഒരു കുറ്റം ചെയ്തതിന് ശേഷമാണ് ഞാൻ പോയിട്ട് ഒരാളെ കൊന്നുവാടാ ഞാൻ രക്ഷിക്കാം എന്ന് പറയുന്നില്ല. അങ്ങനെ കുറ്റക്കാർ വളരുകയാണല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ ഒരു വ്യക്തിയോട് നിങ്ങളോടടക്കം പോയിട്ട് നിങ്ങൾ കൊലപാതകം ചെയ്തു വന്നോളൂ, ഞാൻ നിങ്ങൾ 100% രക്ഷിക്കാമെന്ന് അഡ്വക്കേറ്റ് ബി ആൾ പറയില്ല. നിങ്ങൾ കൊലപാതകം ചെയ്താൽ, ഒരു പ്രതി കൊലപാതകം ചെയ്താൽ, ഒരു പ്രതിബലാത്സംഗം ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി സാറേ, അതുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് വരുമ്പോഴാണ്, ദൈവത്തെ പോലെ ഡിഫൻസ് ലോയറെ കാണുമ്പോഴാണ് ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് ഡിഫൻസ് ലോയർ എന്ന നിലയിൽ എനിക്ക് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നീതിയോ അനീതിയോ, എതിർഭാഗത്തിന്റെ നീതിയോ അനീതിയോ, ഇരയുടെ മനസാക്ഷിയോ ഇരയുടെ സാഹചര്യങ്ങളോ പ്രതിഭാഗം അഭിഭാഷകൻ നോക്കാൻ പാടില്ല. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ കക്ഷിയോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. അപ്പോഴും കുറ്റവാളികൾ വളരാനുള്ള സാഹചര്യം കൂടുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു കൊല ചെയ്തിട്ട് ഞാൻ കുറച്ച് പൈസ തന്ന സാറേ എനിക്ക് നീതി വേണം, എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ സാർ ഉറപ്പായിട്ടും അത് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ആരെങ്കിലും ഇനി കുറ്റം ചെയ്താൽ അവർ വക്കീലിനെ ഒന്നും വെക്കാതെ എനിക്ക് തൂക്കുകയർ തരൂ, എനിക്ക് 5 കിലോ തൂക്കുകയർ തരൂ എന്ന് പറയണമെന്നാണോ? അല്ല, ഒരിക്കലും എന്താ അല്ല എന്ന് പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് അല്ല എന്ന് പറയുന്നു? കുറ്റവാളി ഇപ്പൊ ഒരു കൊല ചെയ്തിട്ട് കള്ള കേസാണെങ്കിൽ പോലും അയാൾ ജയിലിൽ പോകണം, കള്ള കേസാണെങ്കിൽ പോലും അയാൾ കുറ്റം ഏറ്റെടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഡിഫൻഡ് ചെയ്യാൻ പാടില്ല എന്നാണോ പറയുന്നത്? ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അയാളുടെ എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിക്കാനുള്ള അവകാശവുമുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ പ്രോസിക്യൂഷൻ പറയുകയാണെങ്കിൽ കുറ്റവാളിയാണെങ്കിൽ നേരെ പിടിച്ച് ജയിലിട്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കും. അവരെ ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സ്റ്റേറ്റാണ്. ഇവിടെ നമുക്ക് പറയാനുള്ള അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. ആ അധികാരങ്ങൾ പൂർണ്ണമായി പറഞ്ഞ് പണ്ട് ഏതോ ഒരു സിനിമയിൽ പറയുന്നു, ആ മുകളിലിരിക്കുന്ന ദൈവം തമ്പുരാനെ ബോധ്യപ്പെടണം കുറ്റവാളിയാണെന്ന്, അപ്പോഴേ പ്രതിയാകുന്നുള്ളൂ. ദൈവം തമ്പുരാൻ താഴെ ഇറങ്ങി വന്ന് പറയത്തൊന്നുമില്ലല്ലോ. അപ്പൊ ദൈവം തമ്പുരാനെ ബോധ്യപ്പെടുത്തണം. ആര് ബോധ്യപ്പെടുത്തണം? പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തണം പ്രതി കുറ്റവാളിയാണ് എന്ന്. അവിടെ ഡിഫെൻഡിങ് കപ്പാസിറ്റിയുള്ള നല്ല ഡിഫൻസ് ലോയേഴ്സ് ഉണ്ടാകും. അവർ സാഹചര്യങ്ങൾ, കള്ളസാക്ഷികളെ പൊളിക്കും, കള്ള സാഹചര്യങ്ങളെ പൊളിക്കും, കള്ള എവിഡൻസുകളെ പൊളിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ അടുത്ത് നടത്താൻ പോകുന്ന ഏറ്റവും പ്രമാദമായ കേസാണ് വന്ദനാദാസ് കൊലക്കേസ്. ഈ വന്ദനദാസ് കൊലക്കേസിലെ ഒരു പ്രതിയെ എങ്ങനെ പ്രതിയാക്കിയെന്നും അയാളെ എങ്ങനെ മർഡർ കേസിൽ കൊണ്ടുവന്നുവെന്നും അയാളെ എങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്ന് നിങ്ങളടക്കമുള്ള മീഡിയയും നിങ്ങളടക്കമുള്ള പബ്ലിക് അറ്റ് ലാർജും ഇന്നു മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ വലിയ കേസ് കൽക്കട്ടയിലുണ്ടായി, അത് നടന്നില്ല. അതുകൊണ്ട് ജഡ്ജിയെ കുറ്റം പറയുന്നു, പബ്ലിക്കിനെ കുറ്റം പറയുന്നു, പ്രതിയെ കുറ്റം പറയുന്നു. പ്രതി എന്താണ് പറഞ്ഞത്? ഞാൻ ഇപ്പോഴും നിരപരാധിയാണ്, എന്നെ ഒരു IPS ഓഫീസറാണ് ഈ കേസിലേക്ക് പെടുത്തിയത്.
അപ്പോൾ നിങ്ങളത് അന്വേഷിക്കില്ല, നിങ്ങൾ ആ സാഹചര്യങ്ങളെ അന്വേഷിക്കില്ല. അതാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത്. എല്ലാ കേസും ഒരുപോലെ ആവണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ വന്ദനാദാസിൽ അഡ്വക്കേറ്റ് ആളൂർ ചെന്ന് പ്രതിയാണ് കുത്തിയത്, യെസ് സാർ പ്രതിയാണ് കുത്തിയത്, സന്ദീപാണ് കുത്തിയത്, യെസ് സാർ സന്ദീപാണ് കുത്തിയത് എന്ന് പറഞ്ഞ് സന്ദീപിനെ ഞാൻ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണോ നിങ്ങൾ മനസാക്ഷിയും കൊണ്ട് കോടതിയിലേക്ക് ഞാൻ പോകണമെന്ന് പറയുന്നത്? ആ മനസാക്ഷി അഡ്വക്കേറ്റ് ബി ആളൂർ ഉണ്ടാകില്ല. പ്രതി എൻ്റെ കക്ഷിയാണെങ്കിൽ എൻ്റെ കക്ഷിയെ രക്ഷിക്കാൻ നിയമപരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ ചാർജ് ഷീറ്റ് എൻ്റെ ബാക്കിൽ വെച്ചുകൊണ്ട് ഞാൻ കോടതിയിൽ കേസ് നടത്തും. അതിന് നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും, എന്നെക്കുറിച്ച് എന്തു തന്നെ മോശം അഭിപ്രായങ്ങൾ എഴുതിവിട്ടാലും ഐ ആം നോട്ട് കൺസേൺ. സാർ, മനസാക്ഷി എന്നൊരു കോടതി സാറ് പറഞ്ഞ പോലെ മുകളിൽ ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ, മനസാക്ഷി എന്നൊരു മനസാക്ഷിയുടെ കോടതിയിൽ കേസ് നടത്തും. നിങ്ങൾ എല്ലാ കേരളത്തിലെ കേസുകളും മനസാക്ഷി എന്നുള്ള ടാഗ് വെച്ചുകൊണ്ട് കേസ് നടത്തും. ആ കോടതിയിൽ നടത്തിയാൽ മതി. ആ ജഡ്ജും മനസാക്ഷിയായിരിക്കണം, എല്ലാവരും മനസാക്ഷിയായിരിക്കണം. കുറ്റം ചെയ്ത പ്രതിക്ക് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിസ്സാരമായി ഇതുപോലെ ഊരി വരാം എന്നൊരു പാഠം കൂടിയല്ലേ ഇതിൽ കൊടുക്കുന്നത്. അത് നിങ്ങളുടെ പ്രോസിക്യൂഷൻ ശക്തമല്ലാത്തത് കൊണ്ട്, പ്രോസിക്യൂഷൻ ശക്തമാക്കാനായിട്ട് നിങ്ങൾ ഈ പ്രതി ഇറക്കുന്ന 2 ഇരട്ടി ഇറക്കൂ. നിങ്ങൾ പ്രോസിക്യൂഷൻ ശക്തമാക്കൂ. പൈസ ഇല്ലാത്ത പാവങ്ങൾ എന്തോ ചെയ്യാനാ? പാവങ്ങളാണല്ലോ സർക്കാർ രക്ഷിക്കുന്നത്, ജീവനും സ്വത്തും. ആ പാവങ്ങളെയാണല്ലോ കോടികൾ ഇറക്കി ഇരട്ട പെരിയ കേസിലെ CBI അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ പാവങ്ങളാണല്ലോ ഇന്ന് 5 വർഷം ജയിലിലായത്. ആ പാവങ്ങളെയാണ് ലക്ഷങ്ങൾ ഇറക്കി ഇപ്പോൾ ജാമ്യത്തിലെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ പാവങ്ങളാണ്. അവരെ സഹായിക്കാൻ സർക്കാരും പോലീസും ഉണ്ടാകും. നിങ്ങളെപ്പോലുള്ള പട്ടിണി പാവം എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ സഹായിക്കാൻ സർക്കാരും പോലീസും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഈ സർക്കാരും പോലീസും രാജിവെച്ച് പോകണം. പഴയ രാജ്യഭരണം വരണം. നമ്മളിവിടെ ഇരുന്നിട്ട് സർക്കാർ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളെ ആളുകൾ സഹായിക്കുന്നുമില്ല, സർക്കാർ അവർ പട്ടിണി പാവങ്ങളാണെന്ന് പറയുന്നു. എന്നിട്ട് അഡ്വക്കേറ്റ് ആളൂരിനെ നിങ്ങൾ കുറ്റം പറയാനായിട്ട് പട്ടിണി പാവങ്ങളുടെ കേസ് നടത്തുന്നില്ല എന്ന് പറയുന്നു. ഇതാണോ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ല സാർ, ഞാൻ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ചോദിച്ചു. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. നിങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ സംഘടനകളും അതുപോലെ തന്നെ ഇപ്പോൾ ജിഷ മർഡർ കേസിലെ അമേരിക്കയിൽ നിന്ന് സഹായിക്കുന്ന ഒരു സംഘടന ആണ് ജിഷ മർഡർ കേസിൽ സുപ്രീം കോടതിയിലെ ഈ പറയുന്ന പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നത്. അപ്പോൾ നിങ്ങൾ ആ സംഘടനയെ എന്ത് ചെയ്യണം? ബന്ധാക്കണം. ഒരിക്കലും നിങ്ങൾ അവരെ കൊണ്ടുവന്ന് ഇവിടെ കേസ് നടത്താൻ പാടില്ലെന്ന് പറയണം. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അത് അവരുടെ അവകാശമാണ്, അവരുടെ സ്പോൺസർഷിപ്പാണ്. അവർ ലക്ഷങ്ങൾ ഇറക്കി ഈ കേസിലെ അഭിഭാഷകരെ ഇറക്കുന്നു, ലക്ഷങ്ങൾ ഇറക്കി ഈ പറയുന്ന പ്രതിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്കോ എനിക്കോ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തിലെ ഒരു അഭിഭാഷകനാണ്. അതുകൊണ്ട് പ്രതികളാണ് എന്നെ സമീപിക്കുക, കൂടുതലായിട്ടും 90% കേസുകളിൽ. അപ്പോൾ പ്രതികൾക്ക് വേണ്ടി, പ്രതികളുടെ വേട്ടക്കാരൻ്റെ നീതി നടപ്പാക്കാനായിട്ട് ഞാൻ മുന്നിലുണ്ടാകും. സാർ, ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു ടോക്കുള്ളത് ഗ്രീഷ്മയ്ക്ക് വേണ്ടി അവസാന നിമിഷം സാറ് വരും എന്നാണ്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? നോക്കൂ, ഞാൻ നേരത്തെ തന്നെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു സുഹൃത്ത് അഭിഭാഷകൻ, അദ്ദേഹവുമായിട്ട് ഈ അമ്മാവൻ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ അപ്പീൽ കൊടുക്കാനായിട്ട് ഒരുപക്ഷെ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീഷ്മയ്ക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി ഞാൻ മുൻപന്തിയിലുണ്ടാകും. അതിനുള്ള സാഹചര്യങ്ങൾ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. അത് വരുന്നില്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. വരാത്ത മുട്ട നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീഷ്മയ്ക്ക് നീതി ലഭിക്കാനും ഗ്രീഷ്മയെ രക്ഷിക്കാനും നിയമപരമായിട്ട് ഞാൻ ശ്രമിക്കും. അല്ലാതെ ഗ്രീഷ്മയെ ഇവിടെ നിന്ന് ഓടിക്കൊണ്ടുപോയി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് ജാമ്യം കിട്ടും. അതുപോലെ തന്നെ അപ്പീൽ നടത്തിയാൽ തീർച്ചയായിട്ടും അപ്പീൽ കോടതി അത് കണക്കാക്കി ഗ്രീഷ്മയ്ക്ക് നീതി നടപ്പാക്കും. ഇനി ഇൻ കേസ് ഹൈക്കോടതി ചെയ്തില്ലെങ്കിൽ പോലും സുപ്രീം കോടതി 100% നീതി നടപ്പാക്കാനായിട്ട് മുൻപന്തിയിലുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ അടുത്ത് വരികയാണ്, ഞാൻ പ്രയത്നിക്കുമെന്നാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത്. അപ്പോഴും സാർ, കേരളം മുഴുവൻ വിധി എഴുതിയതാണ് ഗ്രീഷ്മ വധശിക്ഷ അല്ലെങ്കിൽ ഗ്രീഷ്മ തൂക്കിക്കൊല്ലണം
മരിക്കണം. അപ്പം ഷാരോൺ മരിച്ചെങ്കിൽ ഗ്രീഷ്മയ്ക്കും അതേ വിധി തന്നെ വരണം എന്ന് കേരളം മുഴുവൻ വിധി എഴുതിയിട്ടും സാറിന് ആ കേസ് വരികയാണെങ്കിൽ സാർ അത് മാറ്റി എഴുതും, ഗ്രീഷ്മയ്ക്ക് നീതി കിട്ടും, ഗ്രീഷ്മ വീണ്ടും ജീവിക്കും, ഒരു സ്ത്രീയാണ് എന്നതിലുപരി ഗ്രീഷ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണോ സാർ പറഞ്ഞു വരുന്നത്? നോക്കൂ, ഇതിനേക്കാൾ പ്രമാദമായ കേസായിരുന്നു ഗോവിന്ദസ്വാമിയുടെ. അതെ അതെ അതെ. ആ കേസിൽ മരിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ ലേഡിക്ക് അമ്മയും സഹോദരനും മുന്നിലിറങ്ങിയതുകൊണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചുകൊണ്ട് കേസ് നടത്തി അതിൽ തൂക്കുമരണം വിധി എഴുതി. ഞാൻ ബോംബെയിൽ നിന്ന് ആസ് എ ഡിഫൻസ് ലോയർ ഗോവിന്ദസ്വാമിയുടെ ആളുകളെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് വന്നു. ഞങ്ങൾ 5 അഭിഭാഷകർ ഒരു ഭാഗത്തും കേരള ജനതയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വ്യക്തികളും മറ്റൊരു ഭാഗത്തും നിന്നുകൊണ്ടാണ് ആ കേസ് നടത്തിയത്. ആ കേസിൽ തൂക്കുമരണം വിധിച്ചു. ഞാൻ പ്രതിയോട് പറഞ്ഞു, നമുക്ക് അപ്പലേറ്റ് കോടതിയിൽ ഇത് മാറ്റി എഴുതാൻ സാധിക്കും. ഞാൻ അപ്പലേറ്റ് കോടതിയിൽ 45 ദിവസത്തോളം വാദം പ്രതിക്ക് വേണ്ടിയിട്ട് എൻ്റെ അപ്പീലിൽ ഞാൻ നിർത്തുകയുണ്ടായി. അങ്ങനെ പല സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ സാഹചര്യങ്ങൾ എനിക്ക് എതിരെ ഉപയോഗിച്ചുകൊണ്ട് ഈ സാഹചര്യങ്ങളിൽ ഈ പ്രതിയെ ശിക്ഷിക്കാമെന്നും പറഞ്ഞ് ഡെത്ത് പെനാൽറ്റി കൺഫേം ചെയ്തു. അങ്ങനെയാണ് രണ്ടാമത് ഞാൻ എൻ്റെ കക്ഷിയോട് പറഞ്ഞു, ഗോവിന്ദസ്വാമിയോട് എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന്. അവർ പറഞ്ഞു, സാർ സുപ്രീം കോടതിയിൽ പോകണം. ഞാൻ പറഞ്ഞു, വലിയ അഭിഭാഷകർ അവിടെയുണ്ട്, അവരെ വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കക്ഷി തയ്യാറായില്ല. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് ഞാൻ അപ്പീൽ ഫയൽ ചെയ്യുകയും അവസാനം സുപ്രീം കോടതി വധശിക്ഷ നൽകിയ കേസിൽ കൊലപാതകമോ നരഹത്യയോ നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം അടിച്ചു പെരുക്കേൽപ്പിച്ചു എന്നല്ലാതെ മറ്റൊരു തെളിവും പ്രതിക്കെതിരെ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അങ്ങനെ അടിച്ചു പെരുക്കേൽപ്പിച്ചപ്പോൾ ആ പെൺകുട്ടി പുറത്തേക്ക് എടുത്ത് ചാടിയെന്നും അപ്പോൾ അപകടം പറ്റിയെന്നും അതിനുശേഷം ബലാത്സംഗം ചെയ്തു എന്നുള്ള ചില തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കടക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തയ്യാറായില്ല. അങ്ങനെ പ്രതിയെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു, എങ്ങനെ പ്രതി പോകുന്നത് കണ്ടു, സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ എന്നെ വിശ്വസിച്ച ഒരു പ്രതിയാണ്. ആ പ്രതി കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. 14 വർഷം ശിക്ഷ പൂർത്തിയായി, അതുകൊണ്ട് എന്നെ ജയിലിൽ നിന്നും ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് നിയമപരമായിട്ടുള്ള പ്രതിയുടെ അവകാശമാണ്. 14 വർഷം ജീവപര്യന്തത്തിൽ പൂർത്തിയായാൽ റെമിഷൻ എന്ന് പറയുന്ന ഒരു അവകാശമുണ്ട്. അതനുസരിച്ച് മറ്റുള്ള മർഡർ കേസിലെ പ്രതികളെ പുറത്തിറക്കാമെങ്കിൽ ഈ കേസിലെ പ്രതിയെ എന്തുകൊണ്ട് പുറത്തിറക്കിക്കൂടാ? മരണം വരെ ജീവപര്യന്തം എന്നുള്ള ഒരു ശിക്ഷ ഈ പ്രതിക്ക് കൊടുത്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അടുത്തു തന്നെ ഗോവിന്ദസ്വാമി പുറത്തിറങ്ങും. അത് അങ്ങനെയുള്ള ഒരു കേസിൽ നിങ്ങൾ പറയുന്നത് നരഹത്യയോ അതുപോലെ തന്നെ കൊലപാതകമോ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ഗ്രീഷ്മ കേസിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കേസിൽ നരഹത്യയോ കൊലപാതകമോ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീഷ്മയ്ക്ക് നീതി കിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറിനോട്. സാറിൻ്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, സാറിൻ്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, പ്രതി സാറിനോട് വന്ന് എനിക്ക് നീതി വേണം, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സാർ ആരുടെ കൂടെ നിൽക്കും? മകളുടെ കൂടെയാണോ അതോ പ്രതിയുടെ കൂടെയാണോ? നോക്കൂ, ഈ ഒരു ചോദ്യം പല മാധ്യമപ്രവർത്തകരിൽ നിന്നും എന്നോട് ചോദിക്കുന്നതാണ്. എൻ്റെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ, എൻ്റെ കുടുംബം ഇത് സംഭവിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് ആളൂർ ഈ ഭാഗത്തേക്ക് കടന്നു പോകരുത് എന്ന് പറയുകയും പ്രതി എന്നെ സമീപിക്കുകയും ചെയ്താൽ ഞാൻ പ്രതിക്ക് വേണ്ടി ഹാജരാകും. എൻ്റെ കുടുംബക്കാർക്ക് എൻ്റെ കുടുംബത്തിൽ നടന്ന സംഭവത്തിൽ അഡ്വക്കേറ്റ് ആളൂർ ഒരിക്കലും നീതി നടപ്പാക്കണ്ട, മറിച്ച് എൻ്റെ കുടുംബത്തിൽ നടന്ന സാഹചര്യത്തിൽ എന്നോട് നീതി നടപ്പാക്കണമെന്ന് എൻ്റെ കുടുംബക്കാർ പറയുകയാണെങ്കിൽ പ്രതിയല്ല, പ്രതിയുടെ അപ്പൻ വന്നാലും ഞാൻ ആ കേസ് ഏറ്റെടുക്കില്ല. അപ്പോഴും സാർ അച്ഛൻ എന്നൊരു വ്യക്തിയാണ് അവിടെ അച്ഛൻ എന്ന വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു അഭിഭാഷകനാണ്. ഞാനൊരു അഭിഭാഷകനല്ലാതെ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് ഈ വക്കീൽ പണിയും നിർത്തി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക്
ഈ പറയുന്നത് പോലെ എവിടെ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നോ ഓടിച്ചെന്ന് ഞാൻ നീതി നടപ്പാക്കി തരാമെന്ന് ഞാൻ പറയും. അവിടെ അഭിഭാഷകൻ എന്ന വ്യക്തി നിയമപരമായിട്ട് ഒരു അഭിഭാഷകരും കേസെടുക്കാൻ വേണ്ടി വാദിയുടെയോ പ്രതിയുടെയോ വീട്ടിൽ പോയി അങ്ങനെ ചെയ്യുന്ന പല അഭിഭാഷകരുമുണ്ട്. എൻ്റെ സന്ദീപ് എന്ന് പറയുന്ന പ്രതിയുടെ വീട്ടിലേക്ക് ചുരുങ്ങിയതൊരു 10 or 25 അഭിഭാഷകർ വന്നു. എന്ത് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, ഞങ്ങൾ കേസ് നടത്തി തരാം. എന്താണ് കഴിവില്ലാത്ത ആളൂരിനെ ഏൽപ്പിക്കുന്നത്? എന്തിനാണ് ഏൽപ്പിക്കുന്നത്? അവരുടെ അമ്മ പറഞ്ഞ ഒരേ ഒരു മറുപടിയാണ്, എൻ്റെ മകന് വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കാൻ അഡ്വക്കേറ്റ് അഭിഭാഷകൻ BA ആളൂരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ അഭിഭാഷകരൊക്കെ കാശിന് വേണ്ടി എൻ്റെ അടുത്ത് വരുന്നതാണ്, എനിക്കങ്ങനെ ഒരു അഭിഭാഷകരെയും വേണ്ട എന്ന്. അപ്പോൾ അവിടെയാണ് BA ആളൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം. ആ വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് ഒരു കേസിൻ്റെ പിന്നാലെ പോകാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ചുരുങ്ങിയ 5 കേസുകളെങ്കിലും ഒരു ദിവസം ഇൻ്റർനെറ്റിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അഭിഭാഷകന് എന്തിനാണ് ഈ കേസിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമുള്ളത്? സാർ അപ്പോഴും അഭിഭാഷകൻ എന്ന രീതിയിൽ സാറ് ജയിച്ചു, പക്ഷെ ഒരു അച്ഛൻ എന്ന രീതിയിൽ സാറ് തോറ്റുപോവില്ലേ? അങ്ങനെ ഇനി ഞാൻ അച്ഛനായിട്ട് മുന്നിലേക്ക് വരുന്നു എന്ന് പറയുക, കേസ് തോൽക്കുന്നു എന്ന് പറയുക, അപ്പോൾ നിങ്ങൾ എന്ത് ഉത്തരം കൊടുക്കും? സാർ അപ്പോഴും മകളുടെ കൂടെ അല്ലല്ലോ. അപ്പോൾ മകളുടെ കൂടെ നിന്നുകൊണ്ട് മകളുടെ കേസ് തോൽക്കുന്നു, പ്രതിയെ വെറുതെ വിടുന്നു. അപ്പോഴും സാറിന് സമാധാനിക്കാലോ, എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എന്നെ എൻ്റെ വീട്ടുകാരെ എന്നിലൂടെ, ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത ഒരു കേസ് നടത്തിയിട്ടുണ്ട്. 70 വയസ്സായ ഒരു വ്യക്തി 35 വയസ്സായ മരുമകളെ 3 വർഷം മുമ്പ് പീഡിപ്പിച്ചു. മരുമകളുടെ ഒപ്പം നിൽക്കാൻ ഭർത്താവ് തയ്യാറായില്ല. ഭർത്താവ് ആരുടെ ഒപ്പം നിന്നു? അച്ഛൻ്റെ ഒപ്പം നിന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് കല്യാണം കഴിച്ച ഭാര്യയുടെ ഒപ്പം നിൽക്കാത്തത്? അവർക്ക് നീതി വേണ്ടേ? ആ മകനെ നിങ്ങൾ എവിടെ കൊണ്ട് നിർത്തും? മനസാക്ഷിയുടെ കോടതിയിൽ എവിടെ കൊണ്ട് നിർത്തും? ഉത്തരം പറയൂ. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയൂ. സ്വന്തം ഭാര്യയുടെ ഒപ്പം മനസാക്ഷി കൊണ്ട് വയ്ക്കാമോ? സ്വന്തം അച്ഛൻ്റെ ഒപ്പം മനസാക്ഷി കൊണ്ട് വയ്ക്കാമോ? ഇവിടെയാണ് മനസാക്ഷി കോടതി പരാജയപ്പെടുന്നത്. അവിടെയാണ് നിയമക്കോടതി വിജയിക്കുന്നത്. അവിടെയാണ് ഒരു അഡ്വക്കേറ്റ് ആളൂരിനെ അന്വേഷിച്ച് വരുന്നത്. അപ്പോഴും എല്ലാ കേസിലും വിധി ഒരേപോലെ വരില്ലല്ലോ സാർ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇതിന് ഉത്തരം പറയൂ. മനസാക്ഷി കോടതി ഭാര്യയുടെ ഒപ്പം നിൽക്കണമോ അതോ അച്ഛൻ്റെ ഒപ്പം നിൽക്കണമോ? അത് 2 പേരെയും വിട്ടുകൊണ്ട് 2 പേരെയും കൊന്നു കളയണമോ? നിങ്ങളുടെ മനസാക്ഷി കോടതി അവിടെയാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും നിയമപരമായിട്ടൊരു അഭിഭാഷകനോട് നിങ്ങൾ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാർ നിലവിൽ അടുത്ത കേസ് എന്തായിരിക്കും സാറിൻ്റെ? നമുക്ക് ഇപ്പോൾ ഏറ്റവും അടുത്ത കേസ് തുടങ്ങാനുള്ളത് വന്ദനാദാസ് കൊലക്കേസാണ്. ഒപ്പം തന്നെ നരബലി കേസ്. ഇപ്പോൾ അടുത്ത ഒരു 3 പേരെ കൊന്ന ഒരു കേസിൽ ചില ആളുകൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഒരു വീട്ടിലെ 3 പേരെ കൊന്ന കേസാണ്. എന്ത് സാഹചര്യം കൊണ്ടാണ് അയാൾ കൊന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ ആ കേസ് ഏറ്റെടുത്ത് നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രതിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ മുൻപ് അങ്കമാലിയിലൊരു കേസുണ്ടായിരുന്നു. ഒരു വീട്ടിൽ 3 പേരെ കൊന്ന കേസ്, മലമുറിയുമായി ബന്ധപ്പെട്ട്. ആ കേസിൽ പ്രതി എന്നെ സമീപിച്ചിരുന്നു. അതിനുശേഷം അവർ വേറെ വക്കീലിനെ വെച്ചു. അവസാനം ജീവപര്യന്ത ശിക്ഷ ആ പ്രതിക്ക് ലഭിക്കുകയും ചെയ്തു. നോക്കൂ, ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ അടുത്തേക്ക് വരികയും പിന്നെ പോവുകയും ചെയ്യുന്ന കക്ഷികളുണ്ട്. അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ വരാതെ പിന്നെ എന്നെ സമീപിക്കുന്ന പല കേസുകളുമുണ്ട്. ഞാനിപ്പോൾ കണ്ണൂരും കാസർഗോഡും പുതിയ 2 മർഡർ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. അവരിതേപോലെ പുറത്തുള്ളവരാണ്, ജാമ്യം കിട്ടിയവരാണ്. അവരെന്നെ സമീപിച്ചു. അപ്പോൾ കേരളത്തിന് പുറത്തും എവിടെയൊക്കെയാണോ എന്നെ തേടി കക്ഷികൾ വരുന്നത് അവർക്ക് വേണ്ടി കേസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അത് വക്കീലായിരിക്കുന്നിടത്തോളം കാലം ഞാനത് അങ്ങനെ ചെയ്യും. ഇനി വക്കീൽ പണിയൊക്കെ ഉപേക്ഷിച്ച് വല്ല ബിസിനസ്സിലൊക്കെ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കേസുകളൊന്നും ഏറ്റെടുക്കില്ല. അപ്പോൾ നിങ്ങളുടെ മനസാക്ഷിക്ക് മുൻതൂക്കം ഉണ്ടാകും. സാറിൻ്റെ പല കേസുകളും, മുമ്പുള്ള പല കേസുകളും തോറ്റ് പോയിട്ടുള്ളതുണ്ട്. അപ്പം നിലവിൽ അടുത്ത വരുന്ന കേസും വിജയിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? നോക്കൂ, നിങ്ങളറിയുന്ന കേസുകൾ ഞാൻ തോറ്റുപോയ കേസുകൾ മാത്രമാണ്. നിങ്ങളറിയാത്ത ഈ പറയുന്ന ഒരു കേസ് ഞാൻ തൃശ്ശൂർ നടത്തിയ സമയത്ത് കംപ്രസർ കൊണ്ട്
2 പേര് ഒരാളെ വയറ്റിനുള്ളിലൂടെ കാറ്റ് കടത്തിവിട്ട് കൊന്ന കേസുണ്ടായിരുന്നു. ആ കേസിൽ 2 പ്രതികളെയും കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. ദെൻ ദാറ്റ് ജഡ്ജ് ബിക്കം ഹൈക്കോടതി ജസ്റ്റിസ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളറിയാത്ത ഒരുപാട് കേസുകൾ, വെറുതെ വിട്ട കേസുകളുണ്ട്. ഒരു പക്ഷേ അത് ഈ ജനശ്രദ്ധ ആകർഷിച്ചതായിരിക്കില്ല. ആ കേസുകളെക്കുറിച്ച് ഞാൻ ന്യൂസ് കൊടുത്തിട്ടുമുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ ന്യൂസ് കവർ ചെയ്തിട്ടുമുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ആളൂർ ഏറ്റെടുത്ത എല്ലാ കേസുകളും പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ പറയുകയും അങ്ങനെ ആകുമ്പോൾ ആളുകൾ എന്നെ സമീപിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഞാൻ എടുത്ത ഒരുപാട് കേസുകൾ വെറുതെ വിട്ടിട്ടുണ്ട്. ഒരുപാട് കേസുകൾ ഞാനിപ്പോൾ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വലിയ വ്യക്തിയെ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊന്ന കേസിൽ വെടിവെച്ച ആളെ കോടതി ഡിസ്ചാർജ് ചെയ്തു. നോക്കൂ, ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പ്രതിയാവുകയും യഥാർത്ഥത്തിൽ പിന്നിൽ നിന്ന് തോക്കുകൊണ്ട് വെടിവെച്ച വ്യക്തി നിരപരാധിയാണ് എന്ന് കോടതി ഡിസ്ചാർജിലൂടെ, കേസ് നടക്കുന്നതിനേക്കാൾ മുൻപ് തെളിവില്ല എന്നും പറഞ്ഞ് വെറുതെ വിട്ടു. അപ്പോൾ നോക്കൂ, ഇതൊക്കെ അഡ്വക്കേറ്റ് ബി എ ആളൂർ നടത്തുന്ന കേസുകളുടെ വിജയവും പരാജയവുമാണ്. അതൊന്നും സമൂഹം അറിയുന്നില്ല. പിന്നെ പ്രോസിക്യൂട്ടറായിട്ട് 4 പേരെ ജീവപര്യന്ത ശിക്ഷ നൽകാനായിട്ട് അഡ്വക്കേറ്റ് ആളൂരിന് സാധിച്ചു. അതും സമൂഹം അറിയുന്നില്ല. അവിടെയൊക്കെ ആളൂരിനെ വിമർശിക്കാൻ ഒരു ഭാഗം നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, വിമർശിക്കുന്നവർ മുന്നോട്ട് വരണം. അപ്പോൾ എനിക്ക് കൂടുതൽ സ്ട്രോങ് ആകാൻ സാധിക്കും, നല്ല രീതിയിൽ കേസ് നടത്താൻ സാധിക്കും. ഓക്കെ. അപ്പോൾ സാർ, ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചതിൽ. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് വേണ്ടി സാറ് വരും എന്നൊരു പ്രതീക്ഷയിലാണ് ഗ്രീഷ്മയുടെ കുടുംബം നിൽക്കുന്നത്. എന്നാലും കേരളം മറ്റൊരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും വിധി എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വന്നതുപോലെ കാണാം. താങ്ക് യു.